ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് ഗ്രീൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈസിയായി വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ഒരു അടിപൊളി പ്ലാൻ പോട്ട് ഉണ്ടാക്കാമെന്നതിനെ പറ്റിയാണ്. ഈ പ്ലാൻ പോട്ട് ഉണ്ടാക്കാൻ വെറും 3 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാൻ പോട്ട് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് 2 മോൾഡുകളാണ്. അതിലെ ആദ്യത്തെ മോൾഡ് ഇതുപോലത്തെയാണ്. ആഴം കുറഞ്ഞതും വട്ടം കൂടുതലായിട്ടുള്ളൊരു പാത്രമാണ് ഞാൻ ഇതിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാക്ടസ് അതുപോലെ തന്നെ സക്കുലൻസ് ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മോൾഡ് ഇതുപോലെയാണ്. ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ 2 മോൾഡുകൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോൾഡിനകത്ത് നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. താഴെ വയ്ക്കുന്ന മോൾഡിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കളയുന്ന ഓയിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അകത്ത് വയ്ക്കുന്ന മോൾഡിൻ്റെ പുറംവശം നന്നായിട്ട് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലും നല്ല രീതിയിൽ ഓയിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ പോട്ടുണ്ടാക്കാനുള്ള മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 1/2 കപ്പ് സിമൻ്റാണ്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് എംസാൻഡ് നമുക്ക് ആഡ് ചെയ്യാം. 1:2 എന്ന റേഷ്യോയിലാണ് സിമൻറ്റും എംസാൻഡും നമ്മൾ എടുക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ്ചറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച സിമെൻറ്റ് മിക്സ്ചർ നമ്മുടെ മോൾഡിലേക്ക് അല്പമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കൈ കൊണ്ട് നന്നായി ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മോൾഡ് എടുത്ത് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് വെച്ച ഈ മോൾഡിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് സിമൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും ഈവനായി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സിമൻറ്റ് ഫില്ല് ചെയ്തെടുക്കാൻ. എയർ ഗ്യാപ്പ് ഒട്ടും വരാതെ ശ്രദ്ധിക്കുകയും വേണം. മുകൾ ഭാഗം വരെ സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ കൈവിരൽ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫില്ലിങ്സ് കുറവുള്ള സ്ഥലങ്ങളിൽ സിമൻറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും കൈവിരൽ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് നമ്മുടെ പോട്ടിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. ഉള്ളിലുള്ള മോൾഡ് നന്നായി സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് എംസാൻഡ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പോട്ട് ഉണങ്ങാനായിട്ട് ഒരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. പോട്ട് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിനകത്തുള്ള എംസാൻഡ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അകത്തുള്ള എംസാൻഡ് റിമൂവ് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള മോൾഡ് പതുക്കെ കൈകൊണ്ട് തിരിച്ച് വളരെ സാവധാനം പുറത്തേക്ക് ഊരിയെടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു ഡ്രെയിനേജ് ഹോളാണ്. അതിനായിട്ട് ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ബേസിൽ നമുക്കൊരു ചെറിയ ദ്വാരം ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ പോട്ടിലേക്ക് നേരത്തെ മാറ്റി വെച്ച എംസാൻഡ് നിറച്ചു കൊടുക്കുക. കൈകൊണ്ട് പ്രസ് ചെയ്ത് മുകൾ ഭാഗം വരെ നന്നായിട്ട് നമ്മുടെ എംസാൻഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു ടൈലിൻ്റെ പീസ് എടുത്ത് നമ്മുടെ എംസാൻഡ് നിറച്ച് വെച്ച പോട്ടിൻ്റെ മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ മോൾഡ് തലകീഴായി ഈ ടൈലിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മോൾഡ് പതുക്കെ വളരെ സാവധാനം മുകളിലേക്ക് ഊരി മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടിൻ്റെ മുകളിൽ
സിമൻറ്റ് വെള്ളത്തിൽ ചേർത്ത് ഒരു ഗ്രൗട്ട് രൂപത്തിലാക്കി ഈ പോട്ടിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ പോട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പോട്ട് ഉണങ്ങാനായിട്ട് 24 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. 24 മണിക്കൂറിന് ശേഷം ഇതിനകത്തുള്ള എംസാൻഡ് ഒഴിവാക്കിയതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മുടെ പോട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. 3 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഡ്രെയിനേജ് ഹോള് ശരിയായ രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ പോട്ടിൻ്റെ എല്ലാ സൈഡും നന്നായി ഉരച്ച് സ്മൂത്തൻ ചെയ്തെടുക്കുക. നമ്മുടെ പോട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട പെയിൻറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ യെല്ലോ കളറായിട്ടുള്ള എക്സ്റ്റീരിയർ എമൽഷൻ പെയിൻ്റാണ്. പെയിൻറ്റ് എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പോട്ട് ബേസ് കളറായിട്ടുള്ള ഗോൾഡൻ യെല്ലോ 2 കോട്ടോട് കൂടിയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ പോട്ടിൻ്റെ മുകളിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ടാപ്പാണ്. മാസ്കിംഗ് ടാപ്പ് എടുത്തതിന് ശേഷം മുകൾ ഭാഗത്തായി റൗണ്ട് ഷേപ്പിലായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം വീണ്ടും മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ച് ഞാനൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഈ മാസ്ക് ചെയ്ത 2 ഏരിയയിലെ ഇടയിലുള്ള സ്ഥലത്ത് ഞാൻ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഫാബർ കാസ്റ്റലിൻ്റെ പേർഷ്യൻ ബ്ലൂ കളറാണ്. നന്നായിട്ട് 2 കോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ മാസ്ക് ചെയ്ത ടാപ്പ് പതുക്കെ വളരെ സാവധാനം ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ പ്ലസ് ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് ഏത് കളറും ഏത് പാറ്റേൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഷാലോ റൂട്ടായിട്ടുള്ള ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൽ പ്ലാന്റ് ചെയ്യാം. അതായത് കാക്ടസ്, സക്കുലൻസ്, മിനിയേച്ചർ സിങ്കോണിയം, ഓർണമെൻ്റൽ സ്പിനാച്ച്, ഇതൊക്കെ ഇതിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് ആണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്ററാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ എക്സ്പെൻസ് വളരെ കുറവാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.